റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പറയാ, അല്ല റാബിയ, ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിന്നെ ഒന്ന് കല്യാണം കഴിക്കാൻ, കാനോത്ത് കഴിക്കാൻ ആഗ്രഹമുള്ളതിന്റെ പേരിലാണ് ഇവിടേക്ക് നിന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. നിനക്കതിന് സമ്മതമാണോ? നീ അതിന് സമ്മതിക്കുമോ എന്ന് റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹയോട് ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ ചോദിക്കുമ്പോ റാബിയത്തുൽ അദബി അവിടെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിക്കാം, പക്ഷേ ഞാനൊരു 4 ചോദ്യങ്ങൾ ചോദിക്കും. ആ 4 ചോദ്യങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ പദം അലങ്കരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുമ്പോ, എന്റെ ബഹുമാനമുള്ളവരെ, ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ചോദിച്ചു കൊള്ളുക. സന്തോഷത്തോട് പറഞ്ഞു. എന്താ ആക്രാന്തമൂത്ത് പറഞ്ഞു, ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും ചോദിച്ചു, ഞാൻ ഏറ്റുവായിക്കാരി. എവിടെ? ഒന്നാമത്തെ ചോദ്യം അവിടെ നിന്ന് ചോദിക്കുകയാണ് റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹ. എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരേ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ വിട പറഞ്ഞു പോകുമ്പോ മുസ്ലിമായിട്ടല്ലാതെ, മോമിനായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ. ഇത് വെച്ചുകൊണ്ട് റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാ, അല്ലയോ ഹസനുൽ ബസരി തങ്ങളെ, ഈ ദുനിയാവിന്റെ പുറത്തു നിന്ന് ഞാൻ വിട പറഞ്ഞു പോകുമ്പോ ഞാൻ മുസ്ലിമായിട്ടായിരിക്കുമോ, അതല്ലാതെ മോമിനായിട്ടല്ലാതെ ആയിരിക്കുമോ ഞാൻ മരണപ്പെടുക? ഇതിന്റെ ഉത്തരം നൽകുമോ തങ്ങളെ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഇതിനുത്തരം നൽകാൻ എന്നെ കൊണ്ട് കഴിയൂല, എനിക്കിതിനുത്തരം നൽകാൻ കഴിയൂല, ഒരു മനുഷ്യനിക്കും കഴിയൂല. ഇത് കഴിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മാത്രമാണ്. ആ ചോദ്യം മാറ്റിവെച്ച് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാ, അല്ല ഹസനുൽ ബസരി തങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോകുമ്പോ എല്ലാവരും കൂടിയിട്ട് എന്റെ ജനാസയും എടുത്തുകൊണ്ട് 6 അടി മണ്ണാകുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുവച്ച് കഴിയുമ്പോ ആ കബറിൽ മുൻകർ നഖീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമല്ലോ. ആ 2 മലക്കുകൾ കടന്നു വരുമ്പോ ആ 2 മലക്കുകൾ എന്നോട് എന്റെ റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോ, എന്റെ നബിയാരെന്ന് ചോദിക്കുമ്പോ, എന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോ എനിക്ക് യഥാർത്ഥമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുമോ തങ്ങള്? എന്റെ പൊവ്വലുള്ള എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഇന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇത്രയും സമയമായല്ലോ.